പ്രിയപ്പെട്ട ഭാവിയിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 2026 നിയമസഭാ ഇലക്ഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സാണ്. ഇനി വരുന്ന ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ മുതൽ ഡിഗ്രി ലെവൽ പരീക്ഷ വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോ കൂടി നമുക്ക് നോക്കാം. ഈ വീഡിയോ പ്രധാനമായിട്ടും ഓഫ്ലൈൻ ക്ലാസിൻ്റെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2026 കേരളത്തിനെ കൂടാതെ കുറച്ച് സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ ഉണ്ടായി. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കേരളത്തിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതുച്ചേരി, വെസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ അസം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്ന് പറയുമ്പം അത് കേന്ദ്രഭരണ പ്രദേശമാണ്. പിന്നെ വെസ്റ്റ് ബംഗാൾ, ആസാം എന്നിവിടങ്ങളിലെല്ലാം ഇലക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ച് വച്ചേക്കണം. ഇലക്ഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക പേരും കേട്ടിട്ടുള്ളതാണ്. LDF, UDF, NDA. ഇവിടെ ഈ മൂന്ന് സംഭവങ്ങൾ കേരളത്തിൽ ജനിച്ച് വളർന്നിട്ടുള്ള ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും ഈ മൂന്ന് സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങളുടെ ഫുൾ ഫോമുകൾ നമ്മൾ ആദ്യം പഠിച്ചു വച്ചേക്കണം. LDF എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. അതാണ് LDF. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഓക്കെ, അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ UDF ഉണ്ട്. UDF, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. ഇതാണ് UDF എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് വരുന്നത് UDFൻ്റെ ഭാഗമായിട്ടാണ്. UDF ആണ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. പിന്നെ NDA, BJP ഉൾപ്പെടുന്ന ഒരു സഖ്യം, അതാണ് NDA. NDAയുടെ ഫുൾ ഫോം എന്ന് പറയുമ്പം നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. ഇതാണ് NDAയുടെ പൂർണ്ണരൂപം. ഇവിടെ മൂന്ന് കാര്യങ്ങളുണ്ട്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്, പക്ഷേ പലരും ശ്രദ്ധിക്കാറില്ല. ആര് കേട്ടാലും പറയും ഞാൻ LDF ആണ്, അല്ലെങ്കിൽ ഞാൻ UDF ആണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുള്ളൂ. പക്ഷേ ഇതാണ് നമ്മൾ ബേസ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇത് പലർക്കും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നല്ല കാര്യം. ഇവിടെ LDF, UDF, പിന്നെ NDA, ഈ മൂന്ന് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അത് എത്രാമത്തെ ഇലക്ഷൻ ആണെന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പോഴത്തെ വർഷം ഏതാണ്? 2026 അല്ലേ? 2026 ഇപ്പോഴത്തെ വർഷം. 16 എന്നുള്ള കാര്യം പഠിച്ചു വെച്ചിരിക്കണം. 2026 16ാമത്തെ നിയമസഭാ ഇലക്ഷൻ എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചിരുന്നാൽ മതി. ഇലക്ഷൻ നടന്നതെന്നാണ്, അതിൻ്റെ ഡേറ്റ് പഠിച്ചു വെച്ചിരിക്കണം. 2026 ഏപ്രിൽ 9 ഇലക്ഷൻ നടന്നത്. നടന്നു. ഇതിൻ്റെ ഫലപ്രഖ്യാപനം എന്നാണ് ഉണ്ടായത്. ഫലപ്രഖ്യാപനം 2026 മെയ് മാസം 4 മെയ് 4, 2026 മെയ് 4 റിസൾട്ട് വന്നത്, ഇലക്ഷൻ റിസൾട്ട്. ഈ 2 തീയതികൾ കൂടി സ്പെഷ്യലായിട്ട് ചുവപ്പ് മഷി പേപ്പർ കൊണ്ട് തന്നെ അടയാളപ്പെടുത്തി വെച്ച് പഠിച്ചോളണം. അതിന് പ്രാധാന്യം ഉണ്ട്. 2026 ഏപ്രിൽ 9 കേരളത്തിൽ ഇലക്ഷൻ നടന്നു. പിന്നെ ഇതിൻ്റെ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചത് 2026 മെയ് മാസം 4. 2026 ഇലക്ഷൻ, ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിൽ ഉള്ളത്. 102 മണ്ഡലങ്ങളിൽ ജയിച്ചിട്ടുള്ളത് UDFിൻ്റെ ഫുൾ ഫോം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മിച്ചോളണം. UDF ജയിച്ചിട്ടുള്ളത് 102 സീറ്റുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ LDFിന് കിട്ടിയിട്ടുള്ള എത്ര സീറ്റുണ്ട്? 35 സീറ്റുകൾ LDFിന് കിട്ടി. പിന്നെ 3 സീറ്റുകൾ NDAക്ക് കിട്ടി. NDA എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും BJPക്കാണ് ഉൾപ്പെടുന്നത്. ഇവിടെ ഈ ഒരു കാര്യം നോക്കുകയാണ്. 7, 7, 3, 10.
4 1. കണക്ക് സെറ്റാണല്ലേ അല്ലേ? 102 35 3 എന്നിങ്ങനെയുള്ള രീതിയിലാണ് സീറ്റ് വിഭജനം ഉണ്ടായത്. 140 മണ്ഡലങ്ങളുണ്ട്. അതിൽ 102 സീറ്റുകൾ UDF, 35 സീറ്റുകൾ LDF, 3 സീറ്റുകൾ NDA. ഇത് 2026 കണക്കാണ്. 2026 കണക്ക്. ഇവിടെ 2021 കണക്കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകും. 2021 കണക്ക് എന്ന് പറയുമ്പം LDF നേടിയത് 99 സീറ്റാണ്. 99 സീറ്റാണ് കഴിഞ്ഞ 2021 ഇലക്ഷനിൽ LDF നേടിയത്. എന്നാൽ UDF നേടിയത് 41 സീറ്റുകൾ. 41 സീറ്റ്. ഈ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 ഇലക്ഷനിൽ LDFന് കിട്ടിയത് 99 സീറ്റുകളാണ്. എന്നാൽ ആ സമയത്ത് UDFന് കിട്ടിയത് 41 സീറ്റ്. 41 സീറ്റുകളാണ് കിട്ടിയത്. 41 നിന്ന് 102 ആക്കി. 99 നിന്ന് 35 ആയി. സീറ്റ് എങ്ങനെ കുറഞ്ഞു എന്നുള്ളതാണ് നമ്മളതിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. 2021 ചിലപ്പം കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ചോദിക്കും 2021 LDFൻ്റെ എത്ര, UDFൻ്റെ എത്ര. ഇത് പ്രധാനമായിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കാണെങ്കിൽ ഇതിൻ്റെ സംഭവങ്ങൾ ചോദിക്കണേ തന്നെ. 99 കിട്ടി, 41 ആയി. 99 41 102 35. ഇതാ പോരാത്തതിന് 3 പുതിയതും കൂടെ വന്നിട്ടുണ്ട്. NDA 3 കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. പിന്നെ 2026 ഇലക്ഷൻ, ഇതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് ആരാണെന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. ഇനി വരുന്ന ഏതൊരു PSC പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതാണ് PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടി. ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം മലപ്പുറം. മലപ്പുറം നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ച വ്യക്തിയാണ് PK കുഞ്ഞാലിക്കുട്ടി. ഇദ്ദേഹത്തിൻ്റെ പാർട്ടി മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൽ നിന്നുള്ള വ്യക്തിയാണ് PK കുഞ്ഞാലിക്കുട്ടി. ഇദ്ദേഹം മലപ്പുറം മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. ഇദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം എത്രയെന്ന് നോക്കാം. 85,327 വോട്ടുകൾ. വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ട്. 85,327 വോട്ടുകൾ. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളണം. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചത് അറിയാലോ. ആദ്യത്തെ ഇലക്ഷൻ EMS നമ്പൂതിരിപ്പാട് അധികാരമേറ്റ ആദ്യത്തെ ഇലക്ഷൻ മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭൂരിപക്ഷമാണ്. അതായത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് ഇദ്ദേഹത്തിനാണ്. 2026 കാര്യത്തിൽ 2026 ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ഇദ്ദേഹമാണ്. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലും ഒന്നാം സ്ഥാനമുള്ളത്. അതൊക്കെ അതവിടെ ഇരിക്കട്ടെ. 2026 കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം കിട്ടിയ ആരൊക്കെന്ന് അറിയാമോ? അതെന്ന് പറയുമ്പം C രവീന്ദ്രനാഥ്. ഇദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം 126 ആണ്. 126. C രവീന്ദ്രനാഥ്. ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം മണലൂർ. മണലൂർ മണ്ഡലത്തിൻ്റെ പുതിയ MLA ആണ് C രവീന്ദ്രനാഥ്. ഇദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് 126. ഇദ്ദേഹം LDFൻ്റെ ആളാണ്. LDF ഇത് മുസ്ലിം ലീഗിൻ്റെ ആളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കിയപ്പോൾ 102 സീറ്റ് UDF, 35 LDF, 3 NDA. പുതിയതായിട്ടാണ് NDA കേരളത്തിൽ വരണത് തന്നെ. ഇത്രയും ഈ 3 സീറ്റുകൾ നേടുന്നത് ആദ്യമായിട്ടാണ്. ഇതിൽ വേറൊരു കാര്യം കൊണ്ട് പറഞ്ഞുതരാം. പിന്നെ ഇത് നമ്മൾ കൂട്ടുമ്പോൾ 140 കിട്ടും. 2021 കണക്ക് 99 41. പിന്നെ കേരള ഇപ്പോൾ ഈ 2026 ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് PK കുഞ്ഞാലിക്കുട്ടി. ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം മലപ്പുറം. പിന്നെ ഇദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം 85,327 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഇദ്ദേഹം മുസ്ലിം ലീഗ് പാർട്ടിക്കാരനാണ്. പിന്നെ ഈ 2026 ഇലക്ഷനിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം കിട്ടിയത് C രവീന്ദ്രനാഥ്. ഇദ്ദേഹത്തിന് കിട്ടിയത് 126 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം മണലൂർ. പിന്നെ ഇദ്ദേഹം LDF ആയിട്ടുള്ള വ്യക്തിയാണ്. കേരളത്തിലെ 2026 ഈ ഒരു ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ രണ്ടാമത്തെ വ്യക്തി PMA സമീർ. ഇദ്ദേഹം മുസ്ലിം ലീഗ് ആയിട്ടുള്ള വ്യക്തിയാണ്. മുസ്ലിം ലീഗിൻ്റെ വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം തിരൂരങ്ങാടി.
തിരൂരങ്ങാടിയാണ് ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം. PMA സമീർ രണ്ടാം സ്ഥാനത്താണ്, രണ്ടാമത് ഭൂരിപക്ഷമുള്ള വ്യക്തിയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കിട്ടിയ വോട്ടിൻ്റെ എണ്ണം 63,387 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തിൻ്റെ കാര്യം, നല്ല പരീക്ഷ നമ്മുടെ ഈ നിങ്ങൾ എഴുതാൻ പോണ PSCയുടെ പരീക്ഷ നല്ല ടഫാണെങ്കിൽ മാത്രമേ രണ്ടാം സ്ഥാനത്ത് കിട്ടിയത് ആരെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുള്ളൂ. അതും പ്രധാനമായിട്ടും ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് ഒന്ന് നോക്കി വെച്ചോളാം. 2026 ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് PK കുഞ്ഞാലിക്കുട്ടി, രണ്ടാം സ്ഥാനത്തുള്ളത് PMA സമീർ. ഇദ്ദേഹം മുസ്ലിം ലീഗുകാരനാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം തിരൂരങ്ങാടി. പിന്നെ ഇദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകളുടെ എണ്ണം 63,387 വോട്ടിൻ്റെ ഭൂരിപക്ഷം. പിന്നെ അതുപോലെ തന്നെ കേരള കോൺഗ്രസ് M ഉണ്ട്, കേരള കോൺഗ്രസ് M ഉണ്ട്. ഇതിൽ ഇവർക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. 0 സീറ്റ്. കേരള കോൺഗ്രസ് M ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയേണ്ട കാര്യം എന്ന് പറയുമ്പം എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്? 140 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആദ്യം 1957 ആ ഒരു സമയത്ത് 140 മണ്ഡലങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ഓർമ്മയിൽ വെച്ചിരിക്കണം. അന്ന് 1957 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് 126 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. 126 സീറ്റുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. അതുമുതൽ ഇതുവരെയുള്ള കാര്യം ജസ്റ്റ് നമുക്ക് നോക്കി പോവാം. 57 126 നിയമസഭാ സീറ്റുകൾ കേരളത്തിലുണ്ടായി. പിന്നെ അതുപോലെ തന്നെ 1960 അന്ന് ഇലക്ഷൻ്റെ സമയത്തും 126 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1965 കാലഘട്ടം, 1965 133 സീറ്റായി കൂടിയിട്ടുണ്ട്. 1965 133 സീറ്റുകളായിട്ട് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 1967 ഇലക്ഷനും 133 സീറ്റാണ് ഉണ്ടായത്. 1970 ഇലക്ഷനും 133 സീറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 1977 ഇലക്ഷൻ മുതൽ 2026 വരെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140 എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഈ ഒരു സീറ്റ് വിഭജനം ഇത് നല്ലപോലെ നോക്കിയിട്ടോണം പോകാൻ. സാധാരണ ഇത് ആരും ശ്രദ്ധിച്ച് വയ്ക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സംഭവത്തിനെ പറ്റി PSC ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1957 ആദ്യത്തെ ഇലക്ഷൻ സമയത്ത് നിയമസഭാ മണ്ഡലങ്ങൾ സീറ്റുകളുടെ എണ്ണം 126 60 126. എന്നാൽ 65 67 70 65 67 70 എന്നിങ്ങനെയുള്ള ഇലക്ഷൻ നടന്ന സമയത്തും സീറ്റുകളുടെ എണ്ണം 133. പിന്നെ 77 മുതൽ ഇപ്പം 2026 വരെ 140 സീറ്റുകളാണ് കേരളത്തിൽ ഉള്ളത്. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് നോക്കി വച്ചേക്കണം. കേരളത്തിലെ ആദ്യത്തെ BJP MLA ആരാണെന്ന് അറിയാമോ? അത് O രാജഗോപാൽ. ഫസ്റ്റ് BJP MLA O രാജഗോപാലാണ് കേരളത്തിലെ ആദ്യത്തെ BJPയുടെ MLA. അദ്ദേഹം 2016 MLA ആയത്. 2016 അദ്ദേഹം MLA ആയത്. നേമം മണ്ഡലം ഏത് ജില്ലയിലാണ് വരുന്നത്? തിരുവനന്തപുരം ജില്ല. TVPM തിരുവനന്തപുരം, അതിൻ്റെ ഷോർട്ട് ഫോമാണ്. നേമം തിരുവനന്തപുരം. നമ്മൾ വയ്ക്കേണ്ട കാര്യം എന്ന് പറയുമ്പം പഠിച്ചു വെച്ചോളാം. കേരളത്തിലെ ആദ്യത്തെ BJP MLA ആണ് O രാജഗോപാൽ. അദ്ദേഹം 2016 MLA ആയത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ മണ്ഡലം നേമമാണ്. നേമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. എങ്കിൽ വേറെ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ചോദ്യം പറഞ്ഞുതരാം. കേരളത്തിലെ ആദ്യത്തെ BJPയുടെ ലോക്സഭ MP ആരാണ്? ആദ്യത്തെ ലോക്സഭ MP ആരാണ്? BJPയുടെ ആരാണ്? അത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി 2024 അദ്ദേഹം MP ആയിട്ട് വന്നത്. ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ O രാജഗോപാലിൻ്റെ കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചിരിക്കണം. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ 2026 കേരളത്തിൻ്റെ ഇലക്ഷനിൽ 3 BJP സീറ്റുകൾ ഉണ്ടായിരുന്നു. 3 BJP സീറ്റുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, ഇതിൽ ആദ്യത്തെ MLA ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടാകും. അതാണ് O രാജഗോപാൽ. സംഭവം മനസ്സിലായ? ഇനി 3 MLA മാരെ പറ്റി നോക്കാം. 3 BJP MLA മാരെ പറ്റി നോക്കാം.
ഒന്ന് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ, ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം നേമം. നേരത്തെ രാജഗോപാലിൻ്റെ കാര്യം പറഞ്ഞ സെയിം മണ്ഡലം തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് മന്ത്രി ശിവൻകുട്ടി. അദ്ദേഹത്തിനെ തോൽപ്പിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് MLA ആയിട്ട് മാറിയത് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. രണ്ടാമത്തെ BJPയുടെ MLA എന്ന് പറയുമ്പം വി മുരളീധരൻ. വി മുരളീധരൻ, ഇദ്ദേഹം കഴക്കൂട്ടം MLA ആണ്. കഴക്കൂട്ടം എന്ന് പറയുമ്പം തിരുവനന്തപുരം ജില്ലയിലാണ് കഴക്കൂട്ടം സ്ഥിതി ചെയ്യുന്നത്. വി മുരളീധരൻ BJPയുടെ MLA, കഴക്കൂട്ടമാണേ. ഇത് പഠിച്ചു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. 3 BB ഗോപകുമാർ. BB ഗോപകുമാർ, ഇദ്ദേഹം NDA ആൾ തന്നെയാണ്. മൂന്നാമത്തത് ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം ചാത്തന്നൂർ. ചാത്തന്നൂർ വരുന്നത് കൊല്ലം ജില്ലയിലാണ് ചാത്തന്നൂർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 3 BJP MLA മാർ 2026 ഇലക്ഷനിൽ ജയിച്ചിട്ടുള്ള 3 BJP MLA കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് രാജീവ് ചന്ദ്രശേഖർ, ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം നേമം. വി മുരളീധരൻ BJPയുടെ തന്നെ ആൾ തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം കഴക്കൂട്ടം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്കകത്താണ് കഴക്കൂട്ടം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ BB ഗോപകുമാർ, ഇദ്ദേഹം NDA സ്ഥാനാർത്ഥി തന്നെയാണ്. ചാത്തന്നൂരാണ് ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം. ചാത്തന്നൂർ ഏത് ജില്ലയിലാണ് പറയുന്നത്? കൊല്ലം ജില്ലയിലാണ് ചാത്തന്നൂർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ രാജഗോപാലിൻ്റെ കാര്യം പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ BJP MLA എന്ന് പറഞ്ഞ് ചിലപ്പം വേറെ രീതിക്കും ചോദ്യം ഇങ്ങനെ വന്നേക്കാം. അതായത് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ BJP MLA ആരാണ് എന്ന് ചിലപ്പോൾ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? രാജഗോപാലാണ്. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. 3 BJP MLA മാരെ പറ്റി പറഞ്ഞു. ഇവരിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ഉള്ളത് വി മുരളീധരനാണ്. 428 ആണ് ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. 428 428 വി മുരളീധരൻ ഇദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം. ഇത് ഒരു കുറഞ്ഞ ഭൂരിപക്ഷമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് രാജീവ് ചന്ദ്രശേഖരനാണ്. 3 പ്രധാനപ്പെട്ട MLA മാരെ പറ്റി പഠിച്ചു വെച്ചിരിക്കണം. 1 അമ്പലപ്പുഴ. അമ്പലപ്പുഴയിലെ പുതിയ MLA ആണ് G സുധാകരൻ. അമ്പലപ്പുഴയുടെ പുതിയ MLA. ഇദ്ദേഹം UDF സ്വതന്ത്രനാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. രണ്ടാമത്തത് പയ്യന്നൂരിലെ പുതിയ MLA വി കുഞ്ഞികൃഷ്ണൻ. മൂന്നാമത്തേത് തളിപ്പറമ്പിലെ പുതിയ MLA ആണ് TK ഗോവിന്ദൻ. ഈ 3 പേരുകൾ നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ബോക്സ് വരച്ച് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെച്ചോളണം. ഇത് ചോദിക്കും. ചില ജില്ലകളിൽ UDF മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അവിടെ വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ അങ്ങനെയൊന്നും ജയിച്ചിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് ജില്ലകൾ നമുക്ക് നോക്കാം. ഒന്ന് കോട്ടയത്ത് UDF അവിടെ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും UDF മാത്രമേ ജയിച്ചിട്ടുള്ളൂ. കോട്ടയമുണ്ട്. അതുപോലെ തന്നെ 2 എറണാകുളം, ഇടുക്കിയുണ്ട്. കോട്ടയം, ഇടുക്കി, എറണാകുളം, വയനാട്. പിന്നെ 5-മത്തേത് മലപ്പുറം. എന്നിങ്ങനെയുള്ള 5 ജില്ലകളിൽ UDF മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അവിടെ LDF ഇല്ല, NDA ഓർ BJP ഇല്ല എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. 5 ജില്ലകൾ ഏതൊക്കെയാണ്? കോട്ടയം, ഇടുക്കി, എറണാകുളം, വയനാട്, മലപ്പുറം. കോട്ടയം, ഇടുക്കി, എറണാകുളം, വയനാട്,
മലപ്പുറം എന്നിങ്ങനെയുള്ള 5 ജില്ലകളിൽ UDF മാത്രമേ ഉള്ളൂ. LDFിൻ്റെ ഒരുപാട് സിറ്റിംഗ് MLA മാർ മത്സരിച്ചു, കുറേ പേര് തോറ്റുപോയി. ഇവിടെ എൻ്റെ സ്ഥലം പനയമുട്ടമാണ്. പനയമുട്ടം ഇത് നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവുകയാണ്. പനയമുട്ടം എന്നുള്ള ഈ സ്ഥലം വരുന്നത് വാമനപുരം നിയോജക മണ്ഡലത്തിലാണ്. വാമനപുരം നിയോജക മണ്ഡലത്തിലാണ് പനയമുട്ടം വരുന്നത്. ഇവിടെ വാമനപുരം മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഇടത് കോട്ടയായിരുന്നു. ഇടതിൻ്റെ ഒരു ചെങ്കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ലെവലിലുള്ള അത്രയും കമ്മ്യൂണിസ്റ്റിൻ്റെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. പക്ഷേ 2026 വാമനപുരം മണ്ഡലം ഇത് UDFിൻ്റെ കയ്യിലായി. ഇവിടെ ജയിച്ചിട്ടുള്ളത് സുധീർ ഷാ പാലോട് എന്ന വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഈ ഒരു വാമനപുരം നിയോജകമണ്ഡലത്തിൻ്റെ പുതിയ MLA. ഇവിടെ DK മുരളി എന്ന അദ്ദേഹമായിരുന്നു ഇവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്നത്. പക്ഷേ അദ്ദേഹം തോറ്റുപോയി. ഒരുപാട് സിറ്റിംഗ് MLA മാർ തോറ്റു എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് മന്ത്രിമാർ, അതായത് 2021 ഈ ഒരു പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന 13 മന്ത്രിമാരും കൂടി തോറ്റുപോയിട്ടുണ്ട്. 13 മന്ത്രിമാർ തോറ്റു എന്നുള്ള കാര്യം സ്പെഷ്യലി പഠിച്ചു വെച്ചോളാം. 13 മന്ത്രിമാരിൽ ഒരാളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നിയമം രാജീവ് ചന്ദ്രശേഖർ, അതായത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി, അദ്ദേഹത്തിനെ തോപ്പിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പുതിയ MLA ആയിട്ട് വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ 13 ഒരാളുടെ കാര്യം പറഞ്ഞു, ബാക്കി 12 നമുക്ക് നോക്കാം. കേരള ചരിത്രം എടുത്താൽ തന്നെ ഇത്രയും മന്ത്രിമാർ ഒത്തു തോക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു മഹാത്ഭുതമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ കേന്ദ്രമന്ത്രി, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ MLA ആയിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തോറ്റുപോയി. ജോർജ് കുര്യൻ ഇദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, പക്ഷേ ഇദ്ദേഹം തോറ്റുപോയി. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലോട്ടാണ് ഇദ്ദേഹം മത്സരിച്ചത്. നിയമസഭാ ഇലക്ഷൻ 2026 ഈ ഒരു നിയമസഭാ ഇലക്ഷനിൽ ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 890 890 പേർ മത്സരിച്ചു എന്ന് പറയുമ്പം 140 മണ്ഡലങ്ങളിലേക്ക് വേണ്ടിയിട്ട് ആകെ 890 പേരാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തത്. ഇതിൽ എത്ര വനിതാ MLA മാർ ഉണ്ടായി, ഇതിലെത്ര വനിതാ MLA മാർ ജയിച്ചു വന്നു എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അതിൻ്റെ ആൻസറാണ് 11. ഞാൻ മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, PSCക്ക് വനിതകളുടെ ആദ്യത്തെ വനിത എത്ര എണ്ണം വനിതകളുണ്ട്, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത് PSCക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു വെച്ചോളാം. 890 പേരാണ് 2026 നിയമസഭാ ഇലക്ഷനിൽ മൊത്തം ആകെ സ്ഥാനാർത്ഥികൾ. ഇതിൽ എത്ര വനിതാ MLA മാർ ജയിച്ചു എന്നുള്ളതിൻ്റെ ആൻസറാണ് 11. ഇതിൽ 890 പേരിൽ 11 വനിതാ MLA മാരെ കിട്ടിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം ഉണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഇപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം അവസാനമായിട്ടുണ്ടായിരുന്നത് IMൻ്റെ ഭരണം അവസാനമായിട്ടുണ്ടായിരുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് കേരളം. 890 സ്ഥാനാർത്ഥികളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ആരാണ്? അതിൻ്റെ ആൻസർ ആതിര D. നായർ. ആതിര D. നായർ. ആതിര ATHIR ആതിര D. നായർ. ഇത് NDAയുടെ ഭാഗമായിട്ടാണ് മത്സരിച്ചത്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നാണ് ആതിര D. നായർ മത്സരിച്ചു, പക്ഷെ തോറ്റുപോയി. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 35 സീറ്റ് എന്ന് ഞാൻ പറഞ്ഞു. 35-ൽ CPIMന് കിട്ടിയത് 26 സീറ്റുകൾ. CPIക്ക് കിട്ടിയത് 8 സീറ്റുകൾ. CPIക്ക് കിട്ടിയത് 8. പിന്നെ അതുപോലെ തന്നെ RJDക്ക് 1 സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. RJD എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, രാഷ്ട്രീയ ജനതാദൾ. അത് LDFിൻ്റെ കൂടെയുള്ള ഒരിതാണ്, രാഷ്ട്രീയ ജനതാദൾ. അതാണ് RJD എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. CPIM 26 സീറ്റ്, CPI 8 സീറ്റ്, പിന്നെ അതുപോലെ തന്നെ RJD രാഷ്ട്രീയ ജനതാദളിന് കിട്ടിയത് 1 സീറ്റ്. അങ്ങനെ മൊത്തം 35 LDF സീറ്റുകളുണ്ട്. പിന്നെ
RJD 1 എന്നിവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ 1 എന്ന് പറയുമ്പം കൂത്തുപറമ്പ്. കൂത്തുപറമ്പിലാണ് ഈ ഒരു സീറ്റ് കിട്ടിയിട്ടുള്ളത്. PK പ്രവീൺ. ഇദ്ദേഹമാണ് ഇവിടെ കൂത്തുപറമ്പിൽ ഇപ്പോഴത്തെ പുതിയ MLA ആയിട്ട് ജയിച്ച് വന്നിട്ടുള്ളത്. ഈ ഒരു ഇലക്ഷനിൽ 2 MP മാർ പങ്കെടുത്തിട്ടുണ്ട്. 2 MP മാരാണ് പങ്കെടുത്തിട്ടുള്ളത്. ഒന്ന് ജോർജ് കുര്യൻ, നേരത്തെ ഞാൻ പറഞ്ഞു കാഞ്ഞിരപ്പള്ളി നിന്ന് മത്സരിച്ചു തോറ്റ കാര്യം. ഒന്ന് ജോർജ് കുര്യൻ. രണ്ടാമത്തെ ആളാണ് ജോസ് കെ മാണി. ഇതും ഒരു ബോക്സിൽ വരച്ചടൽപ്പെടുത്തി വെച്ചോളണം. ഇദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. ഇദ്ദേഹം രാജ്യസഭ MP ആണ്. ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് തമിഴ്നാട്. TN തമിഴ്നാട്ടിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അവിടെ ജയിച്ചിട്ടുള്ളത് വിജയാണ്. സിനിമാ നടൻ വിജയ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരെന്താണ്? TVK. ചിലപ്പം ഒരു പക്ഷേ ഇപ്പോൾ ഇനി വരുന്ന നിങ്ങൾ എഴുതാൻ പോകുന്ന ലാസ്റ്റ് പരീക്ഷയ്ക്ക് ചിലപ്പം TVKയുടെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെച്ചോളാം. തമിഴക വെട്രി കഴകം. ഇതാണ് TVK എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ വലിയൊരു ഫാൻ ഉണ്ടല്ലേ വിജയ്, ഉണ്ണിക്കണ്ണൻ മംഗൾഡാം. അദ്ദേഹം അവിടെ തമിഴ്നാട്ടിൽ പോയി വിജയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിന് ഫാൻസ് ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. TVK പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. ഇതിൻ്റെ അധ്യക്ഷനും കൂടിയാണ് സിനിമാ നടനായിട്ടുള്ള തലപതി വിജയ്. തമിഴ്നാട്ടിൻ്റെ കാര്യം പറഞ്ഞു. തമിഴ്നാട്ടിൽ വിജയ്ക്ക് കിട്ടിയിട്ടുള്ളത് 108 സീറ്റുകൾ. അതാണ് TVK പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ തമിഴ്നാടിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത് പുതുച്ചേരിയിൽ ജയിച്ചിട്ടുള്ളത് NDA ആണ്. NDA ഭരണം ഇനി അവിടെ ഉണ്ടാകുന്നതാണ്. അത് വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിൻ്റെ കാര്യം എടുക്കണം. ബംഗാളിൽ അവിടെയും ജയിച്ചിട്ടുള്ളത് BJP ആണ്. മമതാ ബാനർജി ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്നത്. മമതാ ബാനർജിയുടെ പാർട്ടി തോറ്റുപോയി. അവിടെ BJP ആണ് ജയിച്ചത് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ഓർമ്മയിൽ വെച്ചോളണം. മുമ്പ് മമതാ ബാനർജി ആയിരുന്നു. ഒരുപാട് വർഷക്കാലം മമതാ ബാനർജി തന്നെയായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഉള്ളത്. എന്നാൽ ഇപ്പോൾ അത് മാറി. ഇപ്പം പുതിയ BJP സർക്കാരാണ് ഇനി അവിടെ അധികാരം വരാൻ വേണ്ടി പോണത്. ബംഗാൾ പറഞ്ഞു, തമിഴ്നാട് പറഞ്ഞു, പുതുച്ചേരി പറഞ്ഞു, ബംഗാൾ പറഞ്ഞു, കേരളം പറഞ്ഞു. ഇനിയുള്ളത് ആസാമിൽ ജയിച്ചിട്ടുള്ളത് NDA ആണ്. ആസാമിൽ ജയിച്ചിട്ടുള്ളത്. NDAക്ക് 102 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. 102 എന്നുള്ള കാര്യം ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാനിത് സംഭവം പറഞ്ഞു പോകാത്തത്. എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കി വെച്ചേക്കണം. ചിലപ്പോൾ ഒരു പക്ഷേ ഇനിയെങ്കിലും ചോദിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടണമല്ലോ അല്ലേ. അപ്പോൾ ആസാമിൽ NDA ആണ് ജയിച്ചത്. 102 സീറ്റുകൾ കിട്ടി. അവർ ഭരണം ഇനി ഏറ്റെടുക്കും. പുതുച്ചേരിയിൽ NDAക്ക് കിട്ടിയിട്ടുള്ളത് 18 സീറ്റുകളാണ്. 18 സീറ്റുകളാണ് പുതുച്ചേരിയിൽ NDA സർക്കാരിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ TVK 108 പറഞ്ഞു. 108 എന്നുള്ള കാര്യം ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല. കാര്യം ഇതിൽ തമിഴ്നാട്ടിലെ വലിയ ഒരു നേതാവാണ് MK സ്റ്റാലിൻ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ പേര് ഇതൊക്കെ പറഞ്ഞുള്ള സമയത്ത് നമ്മൾ MK സ്റ്റാലിനെ പറ്റി പറഞ്ഞു പോകും. MK സ്റ്റാലിൻ ഇദ്ദേഹം തോറ്റുപോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് തമിഴ്നാട്ടിലെ ഈ ഒരു തലപതി വിജയുടെ ഇലക്ഷൻ എൻട്രിയും എല്ലാം ആയതുകൊണ്ട് തന്നെ TVK സ്ഥാനാർത്ഥിയാണ് MK സ്റ്റാലിനെതിരായിട്ട് നിൽക്കുകയും സ്റ്റാലിനെ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ജയിച്ചത് TVKയുടെ സ്ഥാനാർത്ഥി, വിജയുടെ സ്ഥാനാർത്ഥിയാണ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് നോക്കി പോവാം. LDF 35 സീറ്റാണ്. അതിൽ എങ്ങനെ വിഭജനം? 26 CPIക്ക് 8, RJDക്ക് 1. RJD എന്ന് പറയുമ്പോൾ ഏതാണ്? രാഷ്ട്രീയ ജനതാദൾ. അത് കൂത്തുപറമ്പിലെ ആണ് ജയിച്ചത്. PK പ്രവീൺ അതാണ് പുതിയ കൂത്തുപറമ്പ് MLA. പിന്നെ പറഞ്ഞു 2 MP മാർ മത്സരിച്ചു തോറ്റുപോയി. ജോർജ് കുര്യൻ, ജോസ് കെ മാണി. പിന്നെ പറഞ്ഞത് തമിഴ്നാട്ടിൽ ആര് ജയിച്ചു? വിജയുടെ പാർട്ടി ജയിച്ചു. TVK ജയിച്ചു. TVKയുടെ ഫുൾ ഫോം തമിഴക വെട്രി കഴകം. പിന്നെ അതുപോലെ തന്നെ MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം തോറ്റുപോയി. പിന്നെ പറഞ്ഞു
പുതുച്ചേരിയിൽ ജയിച്ചത് NDA ആണ്, 18 സീറ്റ് കിട്ടി. അസാമിൽ NDA 102 സീറ്റ് കിട്ടി, ജയിച്ചിട്ടുണ്ട്. ബംഗാളിൽ മമതാ ബാനർജി ഭരണം അവസാനിച്ചു, ഇനി BJPയുടെ ഭരണം. ഓരോ ജില്ലകളിൽ എത്ര സീറ്റ് ഉണ്ടെന്നും അതിൽ ജയിച്ച വ്യക്തികളെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ പ്രത്യേകം ഒരു ഷോർട്ട് വീഡിയോ, അതും ഓരോ ജില്ലയിലെ കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ സെറ്റ് ചെയ്ത് തരാം. എന്നാൽ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് എല്ലാ 140 പേരുടെ കാര്യം നമുക്ക് പറഞ്ഞു സാധിക്കില്ല. പക്ഷേ അതിന് പകരമായിട്ട് ഇപ്പോൾ ഒരു ജില്ലയിൽ ഏതൊക്കെ മന്ത്രിമാർ, മുമ്പ് നിന്ന മന്ത്രിമാരെയൊക്കെ തോറ്റിട്ടുണ്ട്, പുതുതായിട്ട് അതൊക്കെ ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളുടെ പ്രത്യേകതകൾ കൂടി നമുക്കത് പറഞ്ഞു പോകാം. ആദ്യം തിരുവനന്തപുരം ജില്ലയെപ്പറ്റി തന്നെ നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ പേരുകൾ നോക്കാം. പാറശാല, നെയ്യാറ്റിൻകര, കാട്ടാക്കട, കോവളം, TVPM തിരുവനന്തപുരം. പാറശാല, നെയ്യാറ്റിൻകര, കാട്ടാക്കട, കോവളം, അരുവിക്കര, നേമം, നെടുമങ്ങാട്, നെടുമങ്ങാടുണ്ട്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ, ചിറയിൻകീഴ്, വർക്കല, വാമനപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, ഇത്രയും മണ്ഡലങ്ങൾ ഉണ്ട്. എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 14 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളത്. നിങ്ങൾ എഴുതാൻ പോണ LDC പരീക്ഷയിലൊക്കെ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, തിരുവനന്തപുരം ജില്ലയിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, മണ്ഡലം എത്ര ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ലെവലുള്ള ചോദ്യങ്ങളാണ്. അത് ഈ സംഭവം പഠിച്ചു ചെയ്യണം. പിന്നെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം എഴുതിയിട്ടുള്ളത്. 14 ജില്ലകളുടെ പേരും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ജയിച്ചിട്ടുള്ള എന്ന് പറയുമ്പോൾ PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ജയിച്ചിട്ടുള്ള വ്യക്തികളെ പറ്റി നമുക്ക് നോക്കാം. പാറശാല, നെയ്യാറ്റിൻകര, കാട്ടാക്കട എന്നുള്ള സംഭവം തന്നെ, കാട്ടാക്കട എന്നുള്ള പേരിൻ്റെ ട്രെൻഡ് എല്ലാം സംഭവം കഴിഞ്ഞായിരുന്നു. പക്ഷേ കാട്ടാക്കടത്തെ പുതിയ MLA ആയിരുന്നു പറഞ്ഞ് ചിലപ്പോൾ ചോദ്യം വന്നാലായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതണം. കാട്ടാക്കടത്തെ പുതിയ MLA ആണ് MR ബൈജു. MR ബൈജു ആണ് കാട്ടാക്കടയിലെ പുതിയ MLA. ഈ ഒരു കാര്യം നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് കക്ഷി പേനോട് അടയാളപ്പെടുത്തി വെച്ചോളാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാട്ടാക്കടയുടെ ട്രെൻഡൊക്കെ തീർന്ന്, പക്ഷേ ചോദ്യം വന്നാൽ നമുക്ക് ആൻസർ എഴുതണം, ശരിയല്ലേ? പിന്നെ കോവളത്തിനെ പറ്റി, കോവളത്തിൻ്റെ ഇപ്പോഴത്തെ MLA ആരാണെന്ന രീതിക്കുള്ള ചോദ്യം കഴിഞ്ഞ 2024-25 ആ ഒരു കാലഘട്ടത്തിലെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചോളാം. കോവളം MLA M വിൻസെൻ്റ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. M വിൻസെൻ്റ് ഇദ്ദേഹമാണ് കോവളത്തിൻ്റെ MLA എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ റെഫർ ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഒരു സംഭവം, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം അതിനകത്ത് കാണാൻ സാധിക്കും. കോവളത്തിൻ്റെ ഇപ്പോഴത്തെ MLA ആയിരുന്നു, മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിനാണ് ഇപ്പോഴുള്ളത് M വിൻസെൻ്റ്. പിന്നെ ഉള്ളത് നിയമത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, BJP വന്നു എന്ന് കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കഴക്കൂട്ടത്തിൻ്റെ കാര്യം V മുരളീധരൻ BJP ആണെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് നെടുമങ്ങാട് MLA മുമ്പ് ആയിരുന്നത് GR അനിലാണ്. GR അനിൽ, ഇദ്ദേഹം CPI ആളാണ്. GR അനിൽ 2021 പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ ഇദ്ദേഹം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം വീണ്ടും നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം സീറ്റ് നിലനിർത്തി. ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചോളാം. പിന്നെ വാമനപുരം, എൻ്റെ മണ്ഡലം, 14 സീറ്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 14 സീറ്റ്. പിന്നുള്ളത് GR അനിൽ. കാട്ടാക്കട ട്രെൻഡ് തീർന്നു, പക്ഷെങ്കിലും അതൊന്ന് നോക്കി വെച്ചോളാം. UDFൻ്റെ
MLA ആണ് MR ബൈജു. പിന്നെ M വിൻസെന്റ്, ഇദ്ദേഹം UDF തന്നെയാണ്, UDFന്റെ ആള് തന്നെയാണ്. ഇനി അടുത്തത് കൊല്ലം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ജില്ല, ഇവിടെ കുറച്ച് മണ്ഡലങ്ങളുടെ പേര് നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തൂർ, കൊട്ടാരക്കര, ചവറ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, പിന്നെ ഉള്ളത് കൊല്ലം, ഇരവിപുരം, പിന്നുള്ളത് ചാത്തന്നൂർ. ഇത്രയും കാര്യങ്ങൾ 1 2 3 4 5 6 7 8 9 10 11 മണ്ഡലങ്ങൾ. തിരുവനന്തപുരത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളിപ്പോൾ പറയുക. ഇവിടെ കൊല്ലം ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ടതായിട്ടുള്ളത് ഒന്ന് പത്തനാപുരം. പത്തനാപുരത്ത് മന്ത്രി ആയിട്ടുള്ള KB ഗണേഷ് കുമാറാണ് മത്സരിച്ചത്. KB ഗണേഷ് കുമാർ, ഇദ്ദേഹം മത്സരിച്ചു, മന്ത്രിയായിരുന്നു, പക്ഷേ തോറ്റുപോയി. പത്തനാപുരത്ത് ജയിച്ചത് UDFന്റെ ജ്യോതികുമാർ ചാമക്കാല. ഇദ്ദേഹം TV ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്, UDFന്റെ ആളാണ്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ മന്ത്രി ആയിരുന്ന വ്യക്തി മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി. അവിടെ ജയിച്ചത് UDFന്റെ ജ്യോതികുമാർ ചാമക്കാല. അതുപോലെ തന്നെ കൊട്ടാരക്കരയുടെ കാര്യം പഠിച്ചു വച്ചിരിക്കണം. കൊട്ടാരക്കര ഇവിടെയും ഒരു മന്ത്രി മത്സരിച്ചിട്ടുണ്ടായിരുന്നു, KN ബാലഗോപാൽ. ഇദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഇദ്ദേഹം അവിടെ ജയിച്ചു എന്നുള്ളതാണ് കാര്യം നമ്മൾ സ്പെഷ്യലായിട്ട് പഠിച്ചു ചെയ്യണം. ജയിച്ചു, പക്ഷേ ഗണേഷ് കുമാർ തോറ്റുപോയി, ഇദ്ദേഹം മത്സരിച്ചു, ജയിച്ചു. അടുത്തത് ചടയമംഗലം. ഇവിടെ മത്സരിച്ചത് എന്ന് പറയുമ്പം J ചിഞ്ചു റാണി മത്സരിച്ചു. ഇദ്ദേഹമാണ് മത്സരിച്ചത്, പക്ഷേ J ചിഞ്ചു റാണി തോറ്റുപോയി. അവിടെ ജയിച്ചത് MM നസീർ. ഇദ്ദേഹം UDFന്റെ ആളാണ്. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. J ചിഞ്ചു റാണി എന്ന വ്യക്തി കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. മന്ത്രിയായിരുന്നു, പക്ഷേ തോറ്റുപോയി. അവിടെ ജയിച്ചത് MM നസീർ. ചാത്തന്നൂർ ജയിച്ചത് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള BB ഗോപകുമാർ. കൊല്ലം ജില്ലയിലെ ആദ്യത്തെ NDA MLA ആരാണ്? അതിൻ്റെ ആൻസറാണ് BB ഗോപകുമാർ. ഇനി അടുത്തത് പത്തനംതിട്ട ജില്ലയെ പറ്റി നോക്കാം. PTA പത്തനംതിട്ട ജില്ല. പത്തനംതിട്ടയിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഒന്ന് റാന്നി, കോന്നി, ആറന്മുള, അടൂർ, തിരുവല്ല. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 മണ്ഡലങ്ങൾ. 5 എണ്ണമാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. റാന്നി, കോന്നി, ആറന്മുള, അടൂർ, തിരുവല്ല. ഇതിൽ ആറന്മുളയെ പറ്റിയുള്ള കാര്യം സ്പെഷ്യലിറ്റി പഠിച്ചു വെച്ചോളാം. ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആയിരുന്ന വീണ ജോർജ് മത്സരിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ തോറ്റുപോയി. വീണ ജോർജ് തോറ്റുപോയി. അവിടെ ജയിച്ചത് UDFിൻ്റെ അബിൻ വർക്കി. UDFിൻ്റെ അബിൻ വർക്കിയാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. ഈ ഒരു പേരും പഠിച്ചു വെച്ചേക്കണം, അബിൻ വർക്കി. ആറന്മുളയിൽ മുമ്പത്തെ മന്ത്രിസഭയിലെ വീണ ജോർജ്, ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി. അവിടെ ജയിച്ചത് അബിൻ വർക്കിയാണ്. പിന്നെ നമുക്കിനി അടുത്തത് ആലപ്പുഴ ജില്ലയിലേക്ക് നോക്കാം. ആലപ്പുഴ ജില്ലയിലെ മണ്ഡലങ്ങൾ നോക്കാം. ഒന്ന് ആലപ്പുഴ തന്നെ. ആലപ്പുഴ, അരൂർ, ചേർത്തല, അമ്പലപ്പുഴയുണ്ട്, ഹരിപ്പാട്, കായംകുളം, ചെങ്ങന്നൂർ, മാവേലിക്കര. അടുത്തത് കുട്ടനാട്. എത്ര സീറ്റുകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. ആലപ്പുഴയിൽ 9 നിയമസഭാ മണ്ഡലങ്ങൾ സീറ്റുകൾ ഉണ്ട്. പത്തനംതിട്ടയിൽ 5 എണ്ണം, ആലപ്പുഴയിൽ 9 എണ്ണം. ഇവിടെ ആലപ്പുഴ, അരൂർ, ചേർത്തല, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, ചെങ്ങന്നൂർ, മാവേലിക്കര, കുട്ടനാട് എന്നിങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ട്. ഇതിൽ നമുക്ക് നോക്കേണ്ടത് ചേർത്തലയുടെ കാര്യം നോക്കണം. ചേർത്തല എന്ന് പറയുമ്പം മനസ്സിലാക്കേണ്ടത് അവിടെ മത്സരിച്ച വ്യക്തിയാണ് പി പ്രസാദ്. ചേർത്തല പി പ്രസാദ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രിയാണ്. ഇവിടെ ചേർത്തലയിൽ പി പ്രസാദ് അദ്ദേഹം മന്ത്രിയായി അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ജയിച്ചു. ഹരിപ്പാടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ വലിയ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം ഹരിപ്പാടാണ്. പിന്നുള്ളത് അമ്പലപ്പുഴയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ജി സുധാകരൻ, നമ്മളെ വീഡിയോ തുടങ്ങിയ സമയത്തെ പറഞ്ഞു. ജി സുധാകരൻ, UDF സ്വതന്ത്രൻ. SFI എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ് ജി സുധാകരൻ. SFI പാർട്ടി, അതായത് അതിൻ്റെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ് ജി സുധാകരൻ. അദ്ദേഹം അമ്പലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്. അത് UDF സ്വതന്ത്രൻ ആയിട്ടാണ് ജയിച്ച് മത്സരിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ ഒരു ബോക്സ് വരച്ച് 3 വ്യക്തികളുടെ പേര് ബോക്സ് വരച്ച് അടയാളപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ കാര്യമുണ്ട്. ചെങ്ങന്നൂർ അവിടെ മന്ത്രി ആയിട്ടുള്ള വ്യക്തി തന്നെ സജി ചെറിയാൻ. ഇദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു. ഇദ്ദേഹം അവിടെ ജയിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 മന്ത്രിമാർ മത്സരിച്ചു, അവർ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 മന്ത്രിമാർ മത്സരിച്ചു. ചേർത്തല പി പ്രസാദ്, ചെങ്ങന്നൂർ സജി ചെറിയാൻ. ഇനി അടുത്തത് കോട്ടയം ജില്ലയെ പറ്റി നോക്കാം. കോട്ടയം ജില്ലയുടെ പ്രത്യേകത ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോട്ടയം ജില്ലയിൽ അവിടെ UDF മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അവിടെ ഒരു LDF പോലും ജയിച്ചിട്ടില്ല എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ഓർമ്മ വയ്ക്കണം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെ നോക്കാം. 1 കോട്ടയം, വൈക്കം, ഏറ്റുമാനൂർ, പാല, കടുത്തുരുത്തി, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ. 1, 2, 3, 4, 5, 6, 7, 8, 9 മണ്ഡലങ്ങൾ. കോട്ടയം, വൈക്കം,
ഏറ്റുമാനൂർ, പാല, കടുത്തുരുത്തി, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ. ഇവിടെ പൂഞ്ഞാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന ഒരു മുഖമുണ്ട്, അതായത് PC ജോർജ്. PC ജോർജ് ഇദ്ദേഹത്തിനെ പറ്റി നമുക്ക് പറയാം. അതായത് ഇദ്ദേഹം പൂഞ്ഞാറിൽ മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി. അവിടെ ജയിച്ചത് MJ സെബാസ്റ്റ്യനാണ് അവിടെ ജയിച്ചത്. ഇത് UDFൻ്റെ ആളാണ്. UDFൻ്റെ ആളാണ് MJ സെബാസ്റ്റ്യൻ. ഇദ്ദേഹമാണ് PC ജോർജിനെ തോപ്പിച്ച് പൂഞ്ഞാറിൻ്റെ പുതിയ MLA. ഓക്കെ. പിന്നെ കോട്ടയം എന്ന് പറയുമ്പം കോട്ടയത്ത് ജയിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കോട്ടയത്ത് നിന്ന് ജയിച്ചിട്ടുള്ളത്. മുമ്പ് ഇദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെയായിരുന്നു. കഴിഞ്ഞ കോൺഗ്രസ് മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പിന്നെ വൈക്കം, ഏറ്റുമാനൂരിനെ പറ്റി പറയുമ്പോൾ ഏറ്റുമാനൂരിലെ മത്സരിച്ചത് അവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, VN വാസവൻ. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ഇതിൽ VN വാസവൻ അദ്ദേഹം മന്ത്രിയായിരുന്നു, പക്ഷേ ഇദ്ദേഹം തോറ്റുപോയി. VN വാസവനാണ്, U അല്ല, ഇത് V ആണ്. VN വാസവനാണ്. കണ്ടുകഴിഞ്ഞാൽ U പോലെ തോന്നും, U അല്ല, ഇത് V ആണ്. VN വാസവൻ. ഇദ്ദേഹം തോറ്റുപോയി. ഇവിടെ ജയിച്ചത് നാട്ടകം സുരേഷ് ജയിച്ചു. ഇദ്ദേഹം തോറ്റുപോയി. നാട്ടകം സുരേഷാണ് ഏറ്റുമാനൂരിൻ്റെ പുതിയ MLA. അവിടെ മത്സരിച്ചത് മുമ്പത്തെ മന്ത്രിയായിട്ടുള്ള VN വാസവനാണ്. പക്ഷേ അദ്ദേഹം തോറ്റുപോയി. അവിടുത്തെ ഏറ്റുമാനൂരിൽ ജയിച്ചത് UDFൻ്റെ നാട്ടകം സുരേഷാണ് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. കാര്യം തോറ്റ മന്ത്രിമാർ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെച്ചോളാം. കൃത്യമായിട്ട് അത് PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ പാല, കടുത്തുരുത്തി, പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ തന്നെ ഒരേ ഒരാളുടെ മുഖമാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയാണത്, ഉമ്മൻചാണ്ടി. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ മുഖമാണ് ഓർമ്മയാണത്. ഇവിടെ പുതുപ്പള്ളിയിൽ ജയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ. ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാർത്തയാണ്. പക്ഷേ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമല്ലോ. അപ്പോൾ പുതുപ്പള്ളിയിലെ പുതിയ MLA ആണ് ചാണ്ടി ഉമ്മൻ. പിന്നെ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറിൽ പറഞ്ഞു PC ജോർജ്. അവിടുത്തെ പ്രസിദ്ധനായിട്ടുള്ള നേതാവാണ് PC ജോർജ്, പക്ഷേ അദ്ദേഹം തോറ്റുപോയി. അവിടെ ജയിച്ചത് MJ സെബാസ്റ്റ്യൻ, UDFൻ്റെ ആളായിട്ടുള്ള MJ സെബാസ്റ്റ്യനാണ് പൂഞ്ഞാറിൻ്റെ പുതിയ MLA. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി. പാല എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജയിച്ചത് മാണി സി കാപ്പൻ. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഇദ്ദേഹം ചലച്ചിത്ര മേഖലയിൽ, സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം വോളിബോൾ പ്ലെയറാണ്. ഈ ഒരു കാര്യമാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യം. ഈ മത്സരിച്ച് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ മത്സരിച്ച് ജയിച്ചിട്ടുള്ളവരിൽ ഇതിൽ വോളിബോൾ താരം ഏതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ആർക്കും ആൻസർ എഴുതാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളാം. വോളിബോൾ താരം ഇദ്ദേഹം, നമുക്കറിയാം കേരളം സ്പോർട്സ് ഇങ്ങനൊരു വിഭാഗമുണ്ട്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് PSC പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രധാനമായിട്ടും GV രാജയെ പറ്റിയും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളെ പറ്റി ചോദിക്കാറുണ്ട്. ഇവിടെ ഇങ്ങനൊരു ചോദ്യം സ്പോർട്സിൻ്റെ ഭാഗം കറണ്ട് അഫയേഴ്സ് പ്ലസ് സ്പോർട്സ് ഇങ്ങനെ ഈ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള രീതിക്ക് ചോദിച്ചാൽ നമുക്ക് ഇതിൽ ആൻസർ എഴുതാൻ പറ്റണം. അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞത്. വോളിബോൾ കളിക്കാരനാണ് മാണി സി കാപ്പൻ. അതുപോലെ ഇദ്ദേഹം ഒരു സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇനി അടുത്തത് ഇടുക്കി ജില്ലയെ പറ്റി നോക്കാം. ഇടുക്കി ജില്ല, ഇവിടുത്തെ നിയോജക മണ്ഡലങ്ങൾ ഏതൊക്കെ നോക്കാം. ഒന്ന് ഇടുക്കിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉടുമ്പൻചോല, ഉടുമ്പൻചോലയുണ്ട്. ദേവികുളം,
പിന്നെ അതുപോലെ തന്നെ തൊടുപുഴ, തൊടുപുഴയുണ്ട്, ദേവികുളം, പീരുമേട്. ഇത്രയും നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്. 1, 2, 3, 4, 5 5 മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം, തൊടുപുഴ, പീരുമേട്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കി വയ്ക്കേണ്ടതായിട്ടുള്ളത് ഇടുക്കിയിലെ കാര്യം ഇങ്ങെടുക്കണം. ഇടുക്കിയിൽ ഒരു മന്ത്രി മത്സരിച്ചിട്ടുണ്ടായിരുന്നു, റോഷി അഗസ്റ്റിൻ. ഇദ്ദേഹം മന്ത്രി ആയിരുന്നു, മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി. ഇടുക്കി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ജയിച്ചത് റോയി കെ പൗലോസ്, UDFന്റെ MLA റോയി കെ പൗലോസ്. ഇദ്ദേഹം ജയിച്ചു. ഇദ്ദേഹം മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിൻ അദ്ദേഹം തോറ്റുപോയി. അടുത്തത് എറണാകുളം ജില്ലയെ പറ്റി നോക്കാം. എറണാകുളം ജില്ല, ഇതിലുള്ളത് കളമശ്ശേരി, പറവൂർ, പിറവം, പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ, തൃക്കാക്കര, എറണാകുളം, കുന്നത്തുനാട്, മൂവാറ്റുപുഴ, കോതമംഗലം. ഇത്രയും നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 നിയമസഭാ മണ്ഡലങ്ങൾ എറണാകുളം ജില്ലയിൽ ഉണ്ട്. അതേതൊക്കെയാണ്? കളമശ്ശേരി, പറവൂർ, പിറവം, പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ, തൃക്കാക്കര, എറണാകുളം, കുന്നത്തുനാട്, മൂവാറ്റുപുഴ, കോതമംഗലം. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കി വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പം കളമശ്ശേരിയിൽ നമ്മുടെ മന്ത്രി ആയിരുന്ന ഒരു വ്യക്തി മത്സരിച്ചിട്ടുണ്ടായിരുന്നു, പി രാജീവ് മത്സരിച്ചു, പക്ഷെ അദ്ദേഹം തോറ്റുപോവുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ ജയിച്ചത് UDFന്റെ VE അബ്ദുൽ ഗഫൂർ. ഇദ്ദേഹമാണ് അവിടെ ജയിച്ചിട്ടുണ്ടായിരുന്നത്. UDFന്റെ MLA ആണ് ഇദ്ദേഹം, പി രാജീവ്. അതായത് കളമശ്ശേരിയിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് പി രാജീവ്. മന്ത്രി ആയിരുന്ന പി രാജീവ് മത്സരിച്ചു, പക്ഷേ അദ്ദേഹം തോറ്റുപോയി. അവിടെ ജയിച്ചത് UDFന്റെ VE അബ്ദുൽ ഗഫൂറാണ് അവിടെ ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് പറവൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒറ്റ കാര്യം അവിടെ നോക്കി വയ്ക്കേണ്ടതായിട്ടുള്ളൂ, അതാണ് VD സതീശൻ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം കഴിഞ്ഞ നിയമസഭയിൽ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. ഇനി അങ്ങോട്ടുള്ള കേരളത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആണ് VD സതീശൻ. ഇദ്ദേഹം 2001 കാലഘട്ടം മുതൽ MLA സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ VD സതീശനെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുമ്പം 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഭൂരിപക്ഷം എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചോളാം. 20,600 വോട്ടിൻ്റെ ഭൂരിപക്ഷം 20,600. ഇദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം, പറവൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ അത് 78ാമത്തെ നമ്പറാണ്. 78ാമത്തെ നമ്പർ നിയമസഭാ മണ്ഡലമാണ് പറവൂർ. ആകെ നേടിയ വോട്ടുകളുടെ എണ്ണോടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. 78,658 വോട്ടുകളാണ് VD സതീശൻ അദ്ദേഹം നേടിയത്. ഇതിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പം
600 കാര്യം ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ഇനി അങ്ങോട്ടുള്ള PSC പരീക്ഷകളിൽ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റിയായിരിക്കും ഒരുപാട് ചോദ്യങ്ങൾ വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു സംഭവങ്ങൾ, ഇദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകൾ, പിന്നെ ഭൂരിപക്ഷം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. ഇവിടെ നമ്മൾ രാഷ്ട്രീയം അതിനെപ്പറ്റി ബാക്കി ഞാൻ പറയാനില്ല. ഇത് നമ്മൾ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. പറവൂരാണ് 78ാമത്തെ നമ്പർ നിയമസഭാ മണ്ഡലമാണ് പറവൂർ. VD സതീശനാണ് ജയിച്ചത്. 2001 അത് 2001 മുതൽ ഇദ്ദേഹം MLA കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 20,600 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ 2026 ഇദ്ദേഹത്തിന് കിട്ടിയത്. പിന്നെ ഇദ്ദേഹം ആകെ നേടിയ വോട്ടുകളുടെ എണ്ണം 78,658. 78658 വോട്ടാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുത്ത് നോക്കി വയ്ക്കേണ്ടതായിട്ടുള്ളത് തൃക്കാക്കരയാണ്. തൃക്കാക്കര ഇവിടെ ജയിച്ചത് ഉമാ തോമസ്, UDF ആണ് ജയിച്ചത്. ഇവിടെ അഖിൽ മാരാർ എന്ന വ്യക്തി മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അഖിൽ മാരാർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ബിഗ് ബോസ് അതിലെ വിജയ് അഗയാണ്. പക്ഷേ അഖിൽ മാരാറിൻ്റെ അദ്ദേഹം ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹം ജയിക്കാൻ പോകുന്ന വോട്ടുകളുടെ ശതമാനം, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ അവിടെ ആ ഒരു തൃക്കാക്കര മണ്ഡലത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വികസനങ്ങളെ പറ്റിയുള്ള ഒരുപാട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ജയിക്കുമെന്ന് തോന്നും, പക്ഷേ ഇദ്ദേഹം തോറ്റുപോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു നിലപാടുകൾ മാറ്റുന്നു എന്നുള്ളതിൻ്റെ അങ്ങനെ ഒരു വിവാദം ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം തോറ്റുവാൻ കാരണമായത്. പക്ഷേ നല്ല രീതിക്കുള്ള തോൽവിയാണ് അഖിൽ മാരാറിന് ഉണ്ടായത്. അവിടെ ജയിച്ചത് ഉമാ തോമസ് ആണ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലേക്ക് വെച്ചോളണം. പിന്നെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരുപാട് പേരെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ജയിച്ചത് രമേശ് പിഷാരടിയാണ്. പാലക്കാട് മണ്ഡലം അതുമായി ബന്ധപ്പെട്ട് ജയിച്ചത് രമേശ് പിഷാരടി മാത്രമേ ഉള്ളൂ. ബാക്കി റോബിൻ രാധാകൃഷ്ണൻ അങ്ങനെ ഒരുപാട് പേര് മത്സരിച്ചു, അവർ തോറ്റെല്ലാം പോയി. അപ്പോൾ ബാക്കി നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഇവിടെ ഉമാ തോമസ് UDFൻ്റെയാണ്, തൃക്കാക്കര മണ്ഡലം. ഇനി അടുത്തത് തൃശ്ശൂർ ജില്ലയെപ്പറ്റി നോക്കാം. തൃശ്ശൂർ ജില്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ, വടക്കാഞ്ചേരി, തൃശ്ശൂർ, TSR തൃശ്ശൂർ, പിന്നെ നാട്ടിക, പിന്നെ അതുപോലെ തന്നെ കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട്, കൊടുങ്ങല്ലൂർ. ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. തൃശ്ശൂരിൽ 13 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട്. ഇവിടെ മണലൂർ മണ്ഡലത്തിലാണ് C രവീന്ദ്രനാഥ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നോക്കാൻ ഞാൻ ഈ വീഡിയോയുടെ തുടക്ക സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട മന്ത്രിയാണ് മത്സരിച്ചത് ആർ ബിന്ദു മത്സരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ തോറ്റുപോയി. ഇരിങ്ങാലക്കുടയിൽ ജയിച്ചത് തോമസ് ഉണ്ണിയാടൻ. ഇത് UDF ആണ്. UDF ജയിച്ചു, ഇത് തോറ്റു. ആർ ബിന്ദു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആർ ബിന്ദു. അവരാണ് ഇരിങ്ങാലക്കുടയിൽ മത്സരിച്ചത്, പക്ഷേ തോറ്റുപോയി. അവിടെ ജയിച്ചത് തോമസ് ഉണ്ണിയാടൻ എന്ന വ്യക്തിയാണ് പുതിയ ഇരിങ്ങാലക്കുടയുടെ MLA. ഒല്ലൂർ ഇത് പഠിച്ചു വെച്ചിരിക്കണം. ഇവിടെ മുമ്പത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള K രാജൻ ജയിച്ചു. മത്സരിക്കുകയും ചെയ്ത് അദ്ദേഹം ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ശരിയിട്ട് വെച്ചോളണം. K രാജൻ അദ്ദേഹം ജയിച്ചു എന്നുള്ളതാണ്. സ്പെഷ്യലായിട്ട് ചുവപ്പ് മഷി പേരുകൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളണം. ഇതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രി ആയിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു K രാജൻ. ഇദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് ഒല്ലൂർ വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, ഇത്രയും നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശ്ശൂർ ജില്ലയിൽ ഉള്ളത്. ഇനി അടുത്തത് പാലക്കാട് ജില്ലയുടെ കാര്യം നോക്കാം. പാലക്കാട് ജില്ലയുടെ കാര്യങ്ങൾ നോക്കാം.
തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, പിന്നുള്ളത് ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, തരൂർ, പാലക്കാട്, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, ഇത്രയും കാര്യങ്ങൾ നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാട് ജില്ലയിൽ ഉള്ളത്. 12. തൃത്താല എന്ന മണ്ഡലം ഇത് ഒന്ന് സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് മന്ത്രിയായിരുന്ന MB രാജേഷ് ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം തൃത്താലയാണ്. പക്ഷേ ഇദ്ദേഹം തോറ്റുപോയി എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. അവിടെ ജയിച്ചത് VT ബൽറാം. ഇദ്ദേഹമാണ് ജയിച്ചത്. ഇദ്ദേഹം UDFൻ്റെ ആളാണ്. തൃത്താല MB രാജേഷ് മന്ത്രിയായിരുന്നു മത്സരിച്ചത്. പക്ഷേ അവിടെ തോറ്റുപോയി. അവിടെ ജയിച്ചത് VT ബൽറാമാണ്. ജയിച്ചു, ഇദ്ദേഹം തോറ്റു. ഓക്കെ. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, തരൂര്, പാലക്കാട്, ചിറ്റൂര്, നെന്മാറ, ആലത്തൂര്. പിന്നെ പാലക്കാട് മത്സരിച്ച് ജയിച്ചത് രമേശ് പിഷാരടി. ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ സെലിബ്രിറ്റികൾ ആയിട്ടുള്ള ഒരുപാട് പേര് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ 2026 ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ജയിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം, രമേശ് പിഷാരടി. അതും പോരാഞ്ഞിട്ട് ഒരു പേഴ്സണൽ കാര്യത്തോടെ പറയണം. അതായത് ഇദ്ദേഹം എൻ്റെ ഗുരുവാണ്. ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടാണ് മിമിക്രിയൊക്കെ പഠിച്ചത് തന്നെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു മിമിക്രി അവതരിപ്പിക്കുന്നത് എൻ്റെ കോളേജ് കാലഘട്ടത്തിലാണ്. 2016 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കോളേജിൽ മിമിക്രി അവതരിപ്പിക്കുന്നത്. അന്ന് എന്നോടൊപ്പം മത്സരിക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ഇയറിൽ പോണ സമയം അപ്പോൾ എന്നോട് മത്സരിക്കാൻ എൻ്റെ തേർഡ് ഇയറിലെ ആൾക്കാരെ കൊണ്ട്. പക്ഷേ ഞാൻ ഇദ്ദേഹം ഓരോ സ്റ്റേജ് പരിപാടിയൊക്കെ ചെയ്യണത് യൂട്യൂബിലുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം നോക്കിയിട്ട് ഇപ്പം VSനെ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയൊക്കെ അനുകരിക്കുന്ന എല്ലാം ഞാൻ വിശദീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഈ രമേശ് പിഷാരടി ഇദ്ദേഹത്തിൻ്റെ മുഖം കാണിച്ച ഒരു എക്സ്പ്രഷൻസ് എല്ലാം പോകണമെല്ലാം ഞാൻ നോക്കിക്കൊണ്ട് പഠിച്ച് എൻ്റേതായ രീതിയിൽ ഞാൻ കോളേജ് കൊണ്ട് അവതരിപ്പിച്ചു. ആ സമയത്ത് ഒരുപാട് കയ്യടി കിട്ടി. കാരണം വെച്ചാൽ ഓരോ വ്യക്തികളുടെ സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് കയ്യടി കിട്ടി എന്നുള്ള സത്യാവസ്ഥ. കാരണം വെച്ചാൽ ഞാൻ അതെല്ലാം പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു മിമിക്രി എന്ന രീതിക്ക് ഇപ്പോൾ നമുക്കൊരു ഗുരു എന്ന രീതിക്ക് ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹമാണ്. ടോപ്പിക്കിലോട്ട് വരാം. രമേശ് പിഷാരടി ഇദ്ദേഹം സെലിബ്രിറ്റിയാണ്. പാലക്കാട് നിന്നാണ് ഇദ്ദേഹം ജയിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഏതിൻ്റെയാണ്? UDFൻ്റെ ആളാണ് രമേശ് പിഷാരടി. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ എഴുതാൻ പോകണം 10ാം ക്ലാസ്സിലുള്ള പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. രമേശ് പിഷാരടി ഏത് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്? പാലക്കാട്, ചിറ്റൂര്, നെന്മാറ, ആലത്തൂർ. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം പാലക്കാട് നിന്ന് മത്സരിച്ച് ജയിച്ച വ്യക്തിയാണ് രമേശ് പിഷാരടി. അതോടൊപ്പം തന്നെ ഇദ്ദേഹം സിനിമാ നടനാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിജയം ആദ്യമായിട്ടാണ് ഇദ്ദേഹം MLA ആയിട്ട് മത്സരിച്ച് ജയിക്കുന്നത്. ഇനി അടുത്തത് മലപ്പുറം ജില്ലയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. മലപ്പുറത്തെ നിയോജക മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. പിന്നെ മലപ്പുറത്തിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. അതായത് മലപ്പുറത്ത് മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും UDF മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അവിടെ LDFന് ഒരു സീറ്റ് പോലും പിടിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ മത്സരിച്ച എല്ലാം UDF മാത്രമേ ജയിച്ചിട്ടുള്ളൂ. മലപ്പുറത്തെ മണ്ഡലങ്ങൾ നോക്കാം. 1 മലപ്പുറം. ഇതെഴുതുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം. PK കുഞ്ഞാലിക്കുട്ടി ഭൂരിപക്ഷത്തിൻ്റെ കാര്യം ഞാൻ നമ്മളെ വീഡിയോ തുടക്ക സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയിൽ വെച്ചോളാം. പിന്നെ കൊണ്ടോട്ടി, ഏറനാട്, തിരൂരുണ്ട്. പിന്നെ തിരൂരങ്ങാടിയുണ്ട്. വണ്ടൂർ, നിലമ്പൂര്,
മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, വേങ്ങര, താനൂർ, തവനൂർ, തിരൂർ. ഇതൊക്കെ വരണത് മലപ്പുറം ജില്ലയിലാണ്. വള്ളിക്കുന്ന്, പൊന്നാനി, കോട്ടയ്ക്കൽ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കാം. മലപ്പുറം കൊണ്ടോട്ടി, ഏറനാട്, തിരൂരങ്ങാടി, വണ്ടൂർ, നിലമ്പൂര്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, വേങ്ങര, തവനൂര്, വള്ളിക്കുന്ന്, പൊന്നാനി, കോട്ടയ്ക്കൽ. എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 മണ്ഡലങ്ങൾ. 16 എന്നുള്ള സംഖ്യ ആകുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ഓർമ്മിച്ച് വെച്ചോളാം. അതായത് നിയമസഭാ മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മണ്ഡലങ്ങൾ, ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലമുള്ള ജില്ലയാണ് ഏത്? മലപ്പുറം. സെറ്റാണല്ലേ? എത്രയാണ്? 16. മലപ്പുറം, കൊണ്ടോട്ടി ഒക്കെ സെറ്റാണല്ലേ? പിന്നെ മലപ്പുറം, കൊണ്ടോട്ടി എന്നുള്ള ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ, ഇതിനെപ്പറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുതരാം. അതായത് ഈ 2 മണ്ഡലങ്ങൾ രൂപീകരിച്ചത് മുതൽ ഇതുവരെയുള്ള 2026 വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ 2 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അവിടെ വേറെ ഒരു പാർട്ടിയും ജയിച്ചിട്ടില്ല. ഇപ്പം LDF ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ BJP ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു പാർട്ടിയും ഇവിടെ ജയിച്ചിട്ടില്ല. ഇവിടെ ഈ 2 മണ്ഡലങ്ങൾ, മലപ്പുറം, കൊണ്ടോട്ടി എന്നീ 2 മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് മാത്രമേ ജയിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ചുവപ്പ് മഷി പേരോട് അടയാളപ്പെടുത്തി വെച്ചോളണം. കാര്യം ഇങ്ങനത്തുള്ള പ്രത്യേകതയുള്ള വേറെ സ്ഥലങ്ങളില്ല. തിരൂരിൽ മത്സരിച്ച വ്യക്തിയാണ്, മന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് വി അബ്ദുറഹിമാൻ. ഈ ഒരു പേര് നിങ്ങൾക്ക് ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കാം. ഇദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു, വി അബ്ദുറഹിമാൻ. ഇദ്ദേഹം മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി. ഇവിടെ ജയിച്ചത് കുറുക്കോളി മൊയ്തീൻ. മുസ്ലിം ലീഗ് ജയിച്ചു. തിരൂരിൽ മത്സരിച്ചത് മുമ്പത്തെ മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹിമാനാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹിമാനാണ് തിരൂരിൽ മത്സരിച്ചു, പക്ഷേ അദ്ദേഹം തോറ്റുപോയി. അവിടെ ജയിച്ചത് കുറുക്കോളി മൊയ്തീനാണ്. ഇദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, പുതിയ MLA ആണ്. ഇത്രയും കാര്യങ്ങൾ മലപ്പുറം ജില്ലയായിട്ട് ബന്ധപ്പെട്ട് നോക്കി ചെയ്യണം. ഇനി അടുത്തത് കോഴിക്കോട് ജില്ലയെപ്പറ്റി നോക്കാം. കോഴിക്കോട് ജില്ലയെപ്പറ്റി പറയുമ്പോൾ വടകര, അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ വടകര എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലോട്ട് ഓർമ്മ വരണത് കളരിപ്പയറ്റാണ്. വടക്കൻ കളരിയും അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ സംഭവങ്ങൾ വളരെ ഫേമസ് ആണ്. വടക്കൻ കളരി അല്ലെ വടകര. കുറ്റിയാടി, നാദാപുരം, കൊയിലാണ്ടി, ബാലുശ്ശേരി, പിന്നെ കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത് എന്നിങ്ങനെയുള്ള 2 ഇതായിട്ട് തിരിക്കുന്നുണ്ട്. എലത്തൂർ, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി, തിരുവമ്പാടി. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കിയിട്ട് പോകണം. വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, എലത്തൂർ, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി, തിരുവമ്പാടി.
1 2 3 4 5 6 7 8 9 10 11 12 13 13 നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. 13 നിയമസഭാ മണ്ഡലങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ബേപ്പൂര് ജയിച്ചിട്ടുള്ളത് PA മുഹമ്മദ് റിയാസ്. PA മുഹമ്മദ് റിയാസ്. ഇദ്ദേഹം കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. ടൂറിസം വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് PA മുഹമ്മദ് റിയാസ്. ഇദ്ദേഹം ബേപ്പൂര് മത്സരിച്ചു, അവിടെ ജയിച്ചു എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. ജയിച്ചു. ഓക്കെ. പിന്നുള്ളത് എലത്തൂരിൻ്റെ കാര്യം എടുക്കുമ്പം ഇവിടെ മുൻ മന്ത്രി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. AK ശശീന്ദ്രൻ മത്സരിച്ചു, പക്ഷേ അദ്ദേഹം തോറ്റുപോയി. ഇവിടെ ജയിച്ചത് വിദ്യാ ബാലകൃഷ്ണൻ. അദ്ദേഹം തോറ്റുപോയി. വിദ്യാ ബാലകൃഷ്ണൻ ജയിച്ചു. ഇദ്ദേഹം തോറ്റുപോയി. വടകരത്തെ ജയിച്ചത് KK രമ. ഇനി വരുന്ന പുതിയ മന്ത്രിസഭയിൽ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് KK രമ. UDFൻ്റെ ആളാണ്. UDFൻ്റെ ആളാണ് KK രമ. വടകരയിൽ നിന്നുള്ള വ്യക്തിയാണ്. ഇനി അടുത്തത് വയനാട് ജില്ലയെ പറ്റി നോക്കാം. വയനാട് ജില്ലയിൽ ഉള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 3 ആണ്. 1 ബത്തേരി, സുൽത്താൻ ബത്തേരി. ഓക്കെ, ബത്തേരി. പിന്നുള്ളത് കൽപ്പറ്റയുണ്ട്. 3ാമത്തത് മാനന്തവാടി. 3 നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാട് ജില്ലയുള്ളത്. നേരത്തെ മലപ്പുറം ജില്ലയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്താണത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളത് എവിടെയാണ്? മലപ്പുറത്താണ്. എങ്കിൽ കേരളത്തിൽ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളത് വയനാട്ടിലാണ്. 3, മറ്റത് 16. മലപ്പുറം 16, ഇത് 3 ആണ് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി എന്നിങ്ങനെയുള്ള 3 ഇതാണ് വയനാട് ജില്ലയിൽ ഉള്ളത്. മാനന്തവാടിയുടെ കാര്യം നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ, മാനന്തവാടിയിലെ കാര്യം ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുവരികയാണ്. മാനന്തവാടിയിൽ മുൻ മന്ത്രിയായിട്ടുള്ള OR കേളു മത്സരിച്ചിട്ടുണ്ടായിരുന്നു. OR കേളു ഇദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇദ്ദേഹം തോറ്റുപോയി. ഇവിടെ ജയിച്ചത് ഉഷ വിജയൻ. ഇതെന്ന് പറയുമ്പോൾ ഏതാണ്? UDF ആണ്. UDF സർക്കാരാണ് ഇതുള്ളത്. പിന്നെ വയനാട് ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും UDF ആണ് ജയിച്ചിട്ടുള്ളത്. 2 ജില്ലകളുടെ കാര്യം പറഞ്ഞു. കോഴിക്കോട് പറഞ്ഞു, വയനാട് പറഞ്ഞു. ഇനി അടുത്തത് കണ്ണൂർ ജില്ലയെ പറ്റിയുള്ള കാര്യം നോക്കാം. കണ്ണൂർ ജില്ല, ഇതിലെ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, മട്ടന്നൂർ, കണ്ണൂർ, കൂത്തുപറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, തലശ്ശേരി, പേരാവൂർ, ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 11 മണ്ഡലങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ ഉള്ളത്. 11 നിയമസഭാ മണ്ഡലങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ ആകെ ഉള്ളത്. കണ്ണൂരിൻ്റെ അത് പഠിച്ചു വച്ചിരിക്കണം. കണ്ണൂരിൽ മത്സരിച്ചത് മുമ്പത്തെ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ടുള്ള രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇദ്ദേഹമാണ് മത്സരിച്ചത്. പക്ഷേ ഇദ്ദേഹം തോറ്റുപോയി. അവിടെ കണ്ണൂരിൽ ജയിച്ചത് UDFൻ്റെ TO മോഹനൻ ജയിച്ചു. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ച് വച്ചേക്കണം. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന് പറയുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രി ഒക്കെ ആയിരുന്നു, പക്ഷേ അദ്ദേഹം തോറ്റുപോയി. പിന്നെ
പിന്നെ പഠിച്ചു വയ്ക്കേണ്ടത് ധർമ്മടം. ധർമ്മടം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരേ ഒരു പേരാണ് ഓർമ്മ വന്നത്, നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ. ഇദ്ദേഹത്തിൻ്റെ വോട്ടെണ്ണൽ സംഭവങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഇദ്ദേഹം വളരെ പിന്നിലോട്ട് പോയി. പക്ഷേ അവസാന ഘട്ടത്തിൽ ഇദ്ദേഹം ജയിച്ചു വരികയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം പഠിച്ചു വയ്ക്കണം, 19,247 വോട്ടുകൾ. 19,247 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പിണറായി വിജയൻ, നമ്മുടെ പഴയ മുഖ്യമന്ത്രി, ജയിച്ചിട്ടുണ്ടായിരുന്നത്. കാസർഗോഡ് ജില്ലയെ പറ്റി നോക്കാം. കാസർഗോഡ് ജില്ല, ഇതിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നോക്കാം. മഞ്ചേശ്വരം, ഉദുമ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, KSGD, അത് ഷോർട്ട് ഫോമാറ്റ് എഴുതിയെന്നേ ഉള്ളൂ, കാസർഗോഡ്. പിന്നെ അതുപോലെ തന്നെ തൃക്കരിപ്പൂർ, തൃക്കരിപ്പൂർ 1, 2, 3, 4, 5 മണ്ഡലങ്ങളുണ്ട്. 5 നിയമസഭാ മണ്ഡലങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ ഉള്ളത്. മഞ്ചേശ്വരം, ഉദുമ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, തൃക്കരിപ്പൂർ. ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. തൃക്കരിപ്പൂർ ജയിച്ച ആളിനെ പറ്റി സ്പെഷ്യലായിട്ട് പഠിച്ചു വയ്ക്കണം. അതാണ് സന്ദീപ് വാര്യർ. വാര്യർ എന്നുള്ള ഇത് ഞാൻ എഴുതിയത് സ്പെല്ലിങ് കറക്റ്റാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഈ പത്രത്തിൽ കൊടുത്തിട്ടുള്ള അതേ സ്പെല്ലിങ്ങാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്, വാര്യർ. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പം ഇദ്ദേഹം UDF ആണ്. മുമ്പ് സന്ദീപ് വാര്യർ BJP ആയിരുന്നു. BJP എന്നാണ് നേരെ UDFൽ വന്നു. അദ്ദേഹം തൃക്കരിപ്പൂർ MLA ആണ്. നിലവിൽ ഇപ്പോൾ തൃക്കരിപ്പൂർ MLA ആണ് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ച് വച്ചേക്കണം. ഇത്രയും കാര്യങ്ങൾ, അതായത് ഇലക്ഷൻ നടന്നതിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും പ്രധാനപ്പെട്ട ആൾക്കാർ ജയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 140 പേരും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ എങ്കിൽ PSC അറിയാമല്ലോ, PSC പരീക്ഷകളിൽ 140 പേരും 140 പേരിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പറഞ്ഞു പോയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം KS പരീക്ഷയുടെ ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും അതിലും ഉറപ്പായിട്ടും ഇലക്ഷനെ പറ്റി ചോദിക്കും. അങ്ങനെ അതിനകത്ത് ഇലക്ഷനെ പറ്റി ചോദിച്ചാൽ പോലും എൻ്റെ ഈ ഒരു ഒറ്റ ക്ലാസ് നിങ്ങൾ കണ്ടു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും KS പരീക്ഷയുടെ ഇൻ്റർവ്യൂവിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസറുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചു വയ്ക്കണം. ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ എന്തെങ്കിലും ഡിജിറ്റൽ ഡിസ്പ്ലേ പോലത്തെ ബോർഡുകളൊന്നും നമുക്ക് പഠിപ്പിക്കാനായിട്ടില്ല. അപ്പോൾ എല്ലാം ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ രീതിയിലാണ് ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് തുറക്കുമ്പോൾ അതിൽ അവസാനം വരെ കണ്ട് നോട്ട് എഴുതിയെടുത്ത് പഠിച്ചോളണം. പിന്നെ ഓരോ ജില്ലയിലും എത്ര മണ്ഡലങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം LDC പോലുള്ള നല്ല പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല ചോദ്യങ്ങളൊക്കെയാണ്. അവിടെ അത് പഠിച്ചു വെച്ചോളാം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്താൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളാം. പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്കത്തെ എൻ്റെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബൈ.